ഇതിനപ്പുറം ഒരു പരിഹാരം പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം ഇതിന് വേറെ പരിഹാരമില്ല. എല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ജ്യോതിഷം സത്യമാണ്, അത് തെറ്റില്ല. എണീരടാ, എഴുന്നേക്കാനല്ലോ പറഞ്ഞത്. എന്നെ ഒന്നും ചെയ്യരുത്. രാശിപ്പലകയിൽ കണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തന്റെ രാശിപ്പലകയില് കാണാത്തത് കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരണോ? ഒരു വീട്ടിൽ കയറി വന്ന് കള്ളത്തരം പറയുന്നോടോ? സച്ചി, നീ എന്താ ഈ കാണിക്കുന്നത്? അയാളെ വീട് ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഇവനെ പോലുള്ള തട്ടിപ്പുകാരെയൊന്നും വീടിനകത്ത് കയറ്റാൻ കൊള്ളില്ല. ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാ. പറയടാ, എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് കള്ളം പറയാൻ ആരുടെ അച്ചാരം വാങ്ങിച്ചോണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നേ? പറയണോ, സത്യം പറയണോ, ഇല്ലെങ്കിൽ തന്നെ തല്ലി കൊല്ലും. പറയാൻ. ജനിക്കാത്ത കുഞ്ഞിന് എവിടുന്നാടാ ജാതകം? പിന്നെ എങ്ങനെയാടാ അതിനകത്ത് ദോഷം വരുന്നത്? നീ എന്റെ കുടുംബം കലക്ക ഇറങ്ങിയതാ അല്ലടാ? ഇവനെ വിടരുത്. ഇപ്പൊ തന്നെ ഇവനെ പോലീസ് ഏൽപ്പിക്കണം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ രാശികളെല്ലാം ശരിയാ. നിന്റെ രാശിയെ ഞാൻ പറഞ്ഞാലടാ. നിന്റെ രാഹുവും കേതുവേ ഇപ്പൊ എന്റെ കയ്യിലാ. സത്യം പറയുക, സത്യം മാത്രം പറയുക. അതേ ഇതിന് പരിഹാരമുള്ളൂ. എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് പറയാൻ നിന്നെ ആരാടാ ഏൽപ്പിച്ചത്? പറയണോ? സച്ചി, അയാൾ എന്ത് പഴിച്ചു? സത്യം പറഞ്ഞാലാണ് അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ജ്യോതിഷ വിദ്യയൊക്കെ എനിക്കറിയാം. പറടാ സത്യം. കള്ള റാസ്കലേ, നീ എന്ത് വിചാരിച്ചു? എടാ, എന്റെ കുടുംബം കലക്കി തമ്മിലടിപ്പിച്ചിട്ട് നിനക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഇറങ്ങി പോവാന്നോ? എടാ സച്ചി, എടോ അച്ഛാ, അച്ഛൻ ഈ ഭ്രാന്ത് കണ്ട് മിണ്ടാതെ നിൽക്കുകയാണോ? ഇനി ഇയാളെ കൊന്ന കുറ്റത്തിനും കൂടെ ജയിലിൽ പോണ്ടി വരും. സച്ചി, അയാളെ വീട്. സച്ചി, സച്ചി പറയാ പറഞ്ഞേ. ജോത്സ്യർ വെക്കോ. കൊണ്ടുപോളോ. ഭ്രാന്ത് കാണിക്കുന്നതിന് ഒരു അതിര് വേണം. അയാൾ എന്ത് തെറ്റ് ചെയ്തു? അയാൾ എന്ത് തെറ്റ് ചെയ്തെന്നോ? കള്ളനവൻ, പെരുങ്കള്ളൻ. ഈ വീടിന്റെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരം ചെയ്യാനാ അയാൾ വന്നത്. അയാളെയാ നീ തല്ലി ഓടിച്ചത്. എല്ലാം ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനി എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ഉത്തരവാദി നീ മാത്രമായിരിക്കും.